ഹലോ 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 സാർ, എവിടേക്ക് പോവുകയാണ്? നമ്മളിന്ന് ഇറ്റലിക്ക് പോവാണ്. ബസൽ എയർപോർട്ടിൽ നിന്ന് ഇന്നത്തെ യാത്ര ഇറ്റലിയിലേക്കാണ്. ഈ ദൂരെ കാണുന്നതാണ് ആൽപ്സ് പർവ്വതനിരകൾ. 1.5 മണിക്കൂറാണ് ബാസൽ എയർപോർട്ടിൽ നിന്ന് ഇറ്റലിയിലെ ബാരി എയർപോർട്ടിലേക്കുള്ള ദൂരം. ഈ യാത്രയിലെ ആകാശക്കാഴ്ചകൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ് ഇപ്പോൾ സ്വിറ്റ്സർലൻഡ് കഴിഞ്ഞ് ഇറ്റലിയുടെ മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. താഴെ ആർട്ടിക് കടലിൻ്റെ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. നല്ല നീല നിറത്തിലുള്ള വെള്ളം, അതിൻ്റെ തീരത്തുള്ള മനോഹരമായ ഇറ്റലിയിലെ ബീച്ചസ് കാണാം. ഫ്ലൈറ്റ് ഇപ്പോൾ ബാരി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും ഫലമായിട്ടാണ് നമ്മൾ ഇറ്റലിയിലേക്ക് ലാൻഡ് ചെയ്യുന്നത്. വളരെയധികം സന്തോഷത്തിലാണ് ഇറ്റലിയിലേക്ക് വരുന്നത്. നാല് ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എയർപോർട്ടിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷനും. ജർമ്മനിയിൽ നിന്ന് വ്യത്യസ്തമാണ് കേട്ടോ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷനും ട്രെയിനുകളും എല്ലാം. റെയിൽവേ സ്റ്റേഷനിൽ കടകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു കോഫി മെഷീൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വരാനിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്, മാക്സിമം നിങ്ങളുടെ വണ്ടികളിൽ മാത്രം വരിക. കാരണം ഇവിടുത്തെ പൊതുഗതാഗതം വളരെ മോശമാണ്. ട്രെയിനായാലും ബസ്സായാലും. പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ബസ്സും കിട്ടില്ല, ട്രെയിനും കിട്ടില്ല, പിന്നെ ടാക്സി നോക്കിയാൽ ടാക്സിയും കിട്ടില്ല. ഇറ്റലി സെൻട്രൽ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ഭക്ഷണം തന്നെയായിരുന്നു റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടിയത്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറ്റലിയിൽ ഒരുപാട് ഇന്ത്യക്കാരുണ്ട് കേട്ടോ. ഇന്ന് ആദ്യത്തെ യാത്ര പൊളിഗ്നാനോ അമാരെ എന്ന് പറഞ്ഞ പ്രശസ്തമായ ഇറ്റലിയിൽ തന്നെ ഒരു ബീച്ചിലേക്കാണ്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് കിട്ടിയ വ്യത്യസ്തമായ ഒരു ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, ബസ്സിനുള്ള ടിക്കറ്റ് നമുക്ക് ബസ്സിൽ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. അത് തബാക്കി എന്ന് പറയുന്ന ചില കടകളിൽ മാത്രമേ അത്തരത്തിലുള്ള ടിക്കറ്റുകൾ കിട്ടൂ. ഒരുപാട് വിദേശികളുടെ ഇഷ്ട വിനോദ കേന്ദ്രമാണ് ഈ ബീച്ച്. അതിനോട് ചേർന്ന് തന്നെ വർഷങ്ങളോളം പഴക്കമുള്ള പള്ളികളും മ്യൂസിയങ്ങളും മറ്റു കെട്ടിടങ്ങളും ഒക്കെ തന്നെയുണ്ട്. ഈ കാണുന്ന തെരുവുകളും കെട്ടിടങ്ങളും വർഷങ്ങളോളം പഴക്കം ചെന്നവയാണ്. അതുകൊണ്ട് ടൂറിസ്റ്റുകളുടെ സ്ഥിരം വിനോദ കേന്ദ്രമാണ് ഇത്. ഈ കാണുന്നതാണ് ബീച്ചിലേക്കുള്ള എൻട്രൻസ്.
രണ്ട് പാറകൾക്കിടയിലുള്ള വലിയൊരു കടൽ, അതിമനോഹരമായ ഒരു ദൃശ്യം. ഒരുപാട് വിദേശികൾ അവരുടെ വെക്കേഷൻ ആഘോഷിക്കാനും വെയിൽ കൊണ്ട് കിടക്കാനും ഒക്കെ ആയിട്ട് മെയിനായിട്ട് വരുന്നത് ഇറ്റലിയിലെ ഈ ബീച്ചിലേക്കാണ്. ഇത് ബീച്ചിൻ്റെ ഒരു പോർഷൻ മാത്രമാണ്, കാരണം രണ്ട് പാറക്കെട്ടുകൾക്കിടയിലുള്ള ഒരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഈ സ്ഥലം. നമ്മൾ പ്ലാൻ ചെയ്ത ഷെഡ്യൂളിൽ ഈ ബീച്ച് ഇല്ലാത്ത കാരണം അധിക നേരം നിന്നില്ല, അടുത്ത ബസ് പിടിച്ചു. ഇറ്റലിയിലെ ഈ ആരംഭയാത്രയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് കൂടുതലായിട്ട് ഒലിവ് മരങ്ങളാണ്. റോഡിൻ്റെ ഇരുവശത്തും ധാരാളമായി ഇവർ ഒലിവ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്, നമുക്ക് ഒരുപാട് കാഴ്ചകളിലേക്ക് കടക്കേണ്ടതായിട്ടുണ്ട്. ഇനി കൂടുതൽ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമേ. അപ്പോൾ നമ്മളൊരു വീട് എടുത്തിട്ടുണ്ട് തൽക്കാലത്തേക്ക് 2 ദിവസത്തേക്ക്. അപ്പോൾ നമ്മൾ വീടിൻ്റെ താക്കോലൊക്കെ ഇവിടെ അങ്ങനെ പ്രത്യേക സെറ്റപ്പിലൊക്കെ ആയിരുന്നു, അതൊക്കെ എടുത്തു. ഇനി നമ്മൾ തുറന്നകത്ത് കയറുകയാണ്.